എന്റെ സ്റ്റോറി കണ്ടിട്ട് പറഞ്ഞാൽ ആദ്യത്തെ 5 പേർക്ക് ഞാൻ 300 രൂപയ്ക്ക് ഓരോരുത്തർക്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്നതാണ്. ഇതിന്റെ ലൊക്കേഷൻ ഞാൻ എന്റെ സ്റ്റോറിയിൽ കൊടുത്തേക്കാം. ചലഞ്ച് എടുക്കാനായിട്ട് വന്നതാണ് ഞാൻ, ഒരു പെട്രോളിന്റെ ചലഞ്ച്. അപ്പം എനിക്കാണെങ്കിൽ ഇത്രയും ഇവിടെ സ്റ്റോറി ഇട്ട് ആരും വന്നില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു പറയാം, ഞാൻ മാനം പെട്രോൾ അടിച്ചത് ഇത്രയുള്ള വരൂ. ഓക്കെ ശരി. വീഡിയോ കണ്ടു. വീഡിയോ കണ്ടിട്ട് വന്നതാണോ? വന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് വിശദീകരിച്ച് തരാൻ വേണ്ടി കൂടെ വന്നാണ്. ചേട്ടാ പെട്രോൾ അടിച്ചിട്ട് ചേട്ടനെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ? ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യൂട്യൂബ് ഉണ്ട്. പിന്നെ നോക്ക്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നു. നോക്കാം. ഫോൺ എടുത്ത് ജസ്റ്റ് നോക്കാമോ? ശരി എന്നാ ഓക്കെ. ഓക്കെ പെട്രോൾ അടിക്കുക. ചേട്ടാ ഫുൾ ടാങ്ക് അടിച്ചു. അടിച്ചോ? ചേട്ടാ അടിച്ചു, ഫുൾ ടാങ്ക് അടിച്ചു. അടിച്ചിട്ടുണ്ട്. ശരി ഓക്കെ. പോത്തങ്കോടിക്കായിരുന്നോ? നമ്മളാ വീഡിയോ നമ്മളത് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. എന്തായാലും നീ വന്നേര്, വാ നിനക്കും കൂടെ അടിച്ചിരുന്നു. പോവാൻ ഇറങ്ങിയതാണ്. അപ്പൊ നീ എവിടെ നിന്ന്? പോത്തങ്കോട്. ഇനി എവിടെ ഇങ്ങോട്ട് പോകണം? വഞ്ചിയൂര. ഓ നിനക്കും കൂടെ അടിക്കാം. പരിപാടി കഴിഞ്ഞതായിരുന്നു. പിന്നെ അവൻ വന്ന സ്ഥിതിക്ക് അവനോട് അടിച്ചു കൊടുക്കാം. ഇല്ലായിരുന്നാണോ? കുഴപ്പമില്ല. ഹാപ്പി ആയില്ലേ? ഓക്കെ ഗൈസ്, വേറെ 1 മണിക്കൂർ നിന്നിട്ട് ആരും വന്നില്ല. അതുകൊണ്ടാണ് ഒരാളെ തൃപ്തി ചെയ്യേണ്ടി വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോയപ്പോൾ ഒരുത്തൻ പോയ വഴിക്കിൻ്റെ സ്റ്റോറി കണ്ടിട്ട് വന്നു. എന്തായാലും അവനെയും ചലഞ്ച് ചെയ്തിട്ടുണ്ട്.